ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനിവിടെ സുഖമായിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് ഓർത്തു ഒരു വീഡിയോ എടുക്കാം. അപ്പം ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഫുള്ളൊന്നുമില്ല, ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് വരെ അത്രയേ ഉള്ളൂ. അപ്പോൾ രാവിലെ എണീറ്റു, പല്ലൊക്കെ തേച്ചു, മുഖമൊക്കെ കഴുകി ചെറുതായിട്ട് സ്കിൻ കെയർ ചെയ്യുവാണ്. ഇത് ഒരു ഞാൻ സത്യം പറഞ്ഞാൽ 2-3 സെറം യൂസ് ചെയ്യാറുണ്ട് മാറി മാറി. എനിക്ക് സ്ഥിരമായിട്ട് അങ്ങനെ ഒരു സെറം അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാൻ ഒരു സെറം ഗുഡ് വൈബ്സിൻ്റെ എന്തോ സെറമാണ് അതിട്ടു. അതേപോലെ തന്നെ ഒരു കൊറിയൻ ക്രീമുണ്ട്, അത് മോയ്സ്ചറൈസർ. അപ്പോൾ അതും അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ റീസെൻ്റ്ലി ഇത് രണ്ടുമാണ് ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇടുന്നത്. എനിക്ക് സ്ഥിരമായിട്ടിങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്യണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ മടി പലപ്പോഴും അതിന് സമ്മതിക്കാറില്ല. അതുകൊണ്ട് പറ്റുമ്പോഴൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഒരു ലിപ് ബാമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വെതർ അത്യാവശ്യം നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കും. സോ എപ്പോഴും ഈ ലിപ് ബാം ഇട്ടുകൊണ്ടിരിക്കണം. ചുണ്ടൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവും. എനിക്ക് അത്യാവശ്യം നല്ലൊരു ലിപ് ബാം ഇതുവരെ കിട്ടിയിട്ടില്ല അത്ര ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ള ലിപ് ബാം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയി കിടന്നുറങ്ങി. രാവിലെ അതിൻ്റെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആ വേസ്റ്റൊക്കെ കളയണം, പിന്നെ അവിടേക്ക് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് നേരെ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് എൻ്റെ ഹസ്ബൻഡ് കുറച്ച് തുണിയും സാധനങ്ങളൊക്കെ വാരിയിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാം ഒതുക്കും. ഞാൻ ഒതുക്കുന്നു, പുള്ളി വാരിയിടുന്നു. ഇത് തന്നെ റിപ്പീറ്റാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ എന്ത് ചെയ്യുക, എനിക്കിങ്ങനെ എല്ലാം വാരിയിടുന്നതൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഞാനിങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ. അപ്പം ഞാനിങ്ങനെ എല്ലാം ഒതുക്കി വെക്കും. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലോട്ട് ചെന്നപ്പോൾ അവിടെയും കിടക്കുന്നു കുറച്ച് പാത്രങ്ങൾ കഴുകാൻ. പിന്നെ അതും കഴുകി എനിക്കിങ്ങനെ എല്ലാം ക്ലീനായിട്ടിരിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അടുക്കളയിലാണെങ്കിലും എവിടെയാണെങ്കിലും എല്ലാം ഇങ്ങനെ ഒതുങ്ങി കറക്റ്റ് സ്ഥലത്ത് വെക്കണം. ഞാൻ പലപ്പോഴും അത് ചെയ്യാൻ നോക്കാറുണ്ട്. ചില സമയത്തൊക്കെ മടിയാണെങ്കിൽ അങ്ങനെ വിട്ടേക്കും. എങ്കിലും കൂടുതലും ഞാൻ ക്ലീൻ ആക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുവാണ്. ബ്രെഡ് ടോസ്റ്റ് ടോസ്റ്ററിൽ വെച്ച് ടോസ്റ്റ് ചെയ്യും. അത് ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. അപ്പം ഞാൻ ആ ഗ്യാപ്പിൽ പോയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഓംലെറ്റും കൂടെ ഉണ്ടാക്കുവാണ്. ഈ വൺ സൈഡ് മാത്രം ഉള്ളതിനല്ലേ ഓംലെറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഓംലെറ്റും ഉണ്ടാക്കി, ഒരു ബുൾസൈയും ഉണ്ടാക്കി. തിരിഞ്ഞു പോയെന്ന് തോന്നുന്നല്ലേ. ബുൾസൈ എന്ന് പറഞ്ഞാൽ വൺ സൈഡ് മാത്രം വേവിക്കുന്ന മുട്ടയല്ലേ. ഓംലെറ്റ് എന്ന് പറയുമ്പോൾ 2 സൈഡ് വേവിക്കുന്നത്. അപ്പം ഞാൻ രണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് 2 സൈഡും വെന്തിരിക്കണം, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ വിച്ചുവിന് വേണ്ടിയിട്ട് ഞാൻ ബുൾസൈ ഉണ്ടാക്കി, എനിക്ക് വേണ്ടിയിട്ട് ഓംലെറ്റുമാണ് ഉണ്ടാക്കിയത്. ഓക്കെ, എന്നിട്ട് പിന്നെ അതിനകത്ത് കുറച്ച് ഉപ്പും കുരുമുളകും, വേറെ ഒന്നും ഇട്ടിട്ടില്ല. ആഡംബരം ഒന്നുമില്ല, അത് തന്നെയുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഡ്രിങ്കായിട്ട് ഒരു ഷേക്കും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് ബ്രെഡും ഓംലെറ്റും മാത്രം ആക്കണ്ട എന്ന് കരുതി അതും കൂടെ സെറ്റാക്കി. അപ്പം നമുക്കിവിടെ ഫ്രോസൺ മാംഗോസ് കിട്ടും. അപ്പം ആ കുറച്ച് മാങ്ങ ഫ്രോസൺ ഞാൻ അങ്ങോട്ട് എടുത്തു. പിന്നെ കുറച്ച് ആൽമണ്ട് മിൽക്ക് എടുക്കുന്നുണ്ടായിരുന്നു. ആൽമണ്ട് മിൽക്കിന് ഓൾറെഡി കുറച്ച് മധുരം ഉള്ളതാണ്. പിന്നെ എനിക്ക് കുറച്ചും കൂടെ മധുരം വേണം. എനിക്ക് കുറച്ച് മധുരം ഇങ്ങനെ എടുത്ത് നിന്നാലേ കുടിക്കുമ്പോൾ ഒരു സുഖമുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് 2-3 ഡേറ്റ്സും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നുണ്ട്. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഏലക്ക ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ, അതും പൊടിച്ചതും കൂടെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇച്ചിരി മാങ്ങ ഇട്ടത് കൂടിപ്പോയി, കാരണം കുറച്ച് തിക്കായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് കുറച്ച് ലൂസായിട്ടുള്ളതാണ് ഇഷ്ടം, പക്ഷേ ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ടുണ്ട്. പിന്നെ എനിക്ക് മെനക്കെടാനൊന്നും ഞാൻ നിന്നില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിക്ക് അതങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ബ്രെഡ് ടോസ്റ്റും എഗ്ഗും
നമ്മുടെ മാംഗോ ഷേക്കുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. എന്നും ഇങ്ങനൊന്നുമല്ല, ഓരോ ദിവസവും ഞാൻ പല പല പരീക്ഷണങ്ങളാണ് ഇവിടെ നടത്താറുള്ളത്. ബ്രേക്ക്ഫാസ്റ്റിൽ പലതും ഫ്ലോപ്പ് ആവാറാണ് പതിവ്, എങ്കിലും അത്യാവശ്യം തരക്കേടില്ലാതെ ഇപ്പം ഞാൻ സെറ്റാക്കി വരുന്നുണ്ട്. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമല്ലോ അല്ലേ? അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.